ഹലോ രേവ, നമ്മൾ വിരിച്ച വളയിൽ കള്ളൻ വീണിരിക്കുന്നു. ഞാൻ ലഡു സിംഗ് സാറിന്റെ ഒപ്പം പോയി സൈക്കിളെയും ആൾക്കാരെയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. നോക്കൂ ഈ സൈക്കിൾ എങ്ങനെയുണ്ടെന്ന്. ഇതാണ് അവന്റെ സൈക്കിള്. ഇപ്പൊ ഒരു ബട്ടന്റെ കാര്യം മനസ്സിലായി. ഇതെന്താണ് സംഭവിക്കുന്നത്? ഇത് സൈക്കിളാണോ അല്ല ഭ്രാന്ത് പിടിച്ച വല്ല കുതിരയാണോ? പക്ഷേ ഈ സൈക്കിളിൽ എഴുതിയിട്ടുണ്ടാകുമല്ലോ ഓടിക്കുന്നവന്റെ പേര്. ഒരു ദിവസം ഞാൻ ഇവൻ എന്റെ കൺട്രോളിൽ കൊണ്ടുവരും. സൈക്കിൾ നമ്മുടെ റേഞ്ചിനകത്ത് തന്നെയുണ്ട്. ഇവിടെ എവിടെ കാണും. ഞാനിനി റിമോട്ട് ഉപയോഗിച്ച് സൈക്കിൾ ഇവിടെ വരുത്തിക്കാം. ഞാൻ വല്ലാതെ പേടിച്ചു പോയടാ. അതിനെ പിടിക്ക്. അത് പോകുന്നത് കണ്ടില്ലേ? അപ്പൊ ആ ചെറുക്കൻ ഇവിടെ എവിടെയോ ഉണ്ട്. അവന് മാത്രമേ ഇതിന് റിമോട്ടിൽ വിളിക്കാൻ പറ്റൂ. വേഗം ചെന്ന് സൈക്കിളിനെ പിടിക്കേ. അങ്ങനെ തന്നെ വിടരുത്. അതിനെ വിടാൻ പാടില്ല. അവരൊക്കെ സൈക്കിൾ ചേസ് ചെയ്ത് വരാണ്. നിങ്ങൾ വേഗം ഓടിക്കാൻ നോക്ക്. സാറേ അകത്തേക്ക് വന്നേ. സാറേ ആരെടുത്തോണ്ട് പോയത്?
എന്റെ അമ്മോ. ഇതിനോട് തടി വെക്കരുത്. പണ്ടേ പറഞ്ഞതാ. ഞങ്ങളെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് പറ്റില്ല കുട്ടി. സൈക്കിളില് പേരെഴുതിയിട്ടുണ്ടാകും ആരാണ് ഓടിക്കേണ്ടതെന്ന്. ഇനി ആ സൈക്കിളിൽ എന്റെ പേര് മാത്രമേ എഴുതിയിട്ടുണ്ടാവൂ കുട്ടി. എന്നെ കുട്ടിന്ന് വിളിക്കരുത് ചേട്ടാ. ഓഹോ, കുട്ടീനെ പിന്നെ കുട്ടിയെന്ന് വിളിക്കാതെ സൈക്കിളിന്ന് വിളിക്കാൻ പറ്റുമോ? ശിവ ശിവ എന്നാണ് എന്റെ പേര്. ഏയ് പിടിക്കുന്നിവനെ, എന്തോന്നാ മെഴിച്ചു നോക്കുന്ന? ഇത് വിലങ്ങാണ്. വിലങ്ങ് അറിയുന്നവരുടെ പേര് ഇതിൽ എഴുതിയിട്ടുണ്ടാവും, അറിയോ? Hands up. You are under arrest. ഇത് പിടിക്കേ. ആൻസർ വേണേ ചെയ്യാം. നിങ്ങളെ തോക്ക് എവിടെ പോയി? അയ്യേ, അത് ബെൽറ്റ് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് റിവോൾവർ ടേബിളിന്റെ മീതെ വെച്ചിട്ട് വന്നു. എടുക്കാൻ മറന്നു പോയതാ. ഓ നോ. പേടാറാം, വേഗം വന്ന് പിടിക്കേ. ആ സാർ ദാ വന്നോണ്ടിരിക്കാണ്. വേഗം വേഗം പിടിക്കേ. എടോ എന്നെ അല്ലടോ, ഇവനെ പിടിക്കാനാ പറഞ്ഞത്. എടാ നീ വണ്ടി ഒന്ന് നിർത്ത്. എടാ വണ്ടി നിർത്താല്ലേ പറഞ്ഞ. പേടിക്കവന്. ഒരു കാര്യം എനിക്കിപ്പോ മനസ്സിലായി. ആ സൈക്കിൾ ഇല്ലാതെ നിനക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലെന്നുള്ള കാര്യം. പറ്റുമെങ്കിൽ നീ എന്റെ അടുത്ത് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും കുട്ടി. ഇനി എന്റെ കയ്യിൽ നിന്ന് നീ കൊറേ മേടിക്കും കുട്ടി. എന്താ മറന്നുപോയി ചേട്ടാ, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ കുട്ടി എന്ന് വിളിക്കരുതെന്ന്. ഇനി എനിക്ക് തല്ല് മേടിക്കാനുള്ള ശക്തിയില്ല. അല്ല, ഇൻസ്പെക്ടർ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഒന്ന് പറ, എന്നെ ഒന്ന് വേഗം അറസ്റ്റ് ചെയ്യാൻ. ഇദ്ദേഹത്തിന്റെ കയ്യിൽ അതിന് റിവോൾവർ ഇല്ലല്ലോ. അത് സാരമില്ല, ഞാൻ സറണ്ടർ ആയിക്കോളാന്ന്. എവിടെ മറ്റേ കള്ളന്മാർ ഒളിഞ്ഞിരിക്കുന്ന പറ. ദേ ഇവിടെയുണ്ട്.
ആഹാ ഇപ്പൊ എനിക്ക് മനസ്സിലായി ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. പെട്ടെന്ന് നിങ്ങൾ സറണ്ടർ ആയാ നിങ്ങൾക്ക് ജയിലിന്റെ അകത്തേക്ക് പോകാം. അവിടെ നന്നായിട്ടിരുന്ന് മാവരയ്ക്കാം. കൈ കൊണ്ട് അരച്ചു കഴിഞ്ഞാൽ കയ്യിന് നല്ല ബലം കിട്ടും. ഏട്ടന്മാരെ, പല പല സൈക്കിൾ ആരുടെയൊക്കെ പേര് എഴുതിയിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ എന്റെ സൈക്കിളിൽ എന്റെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ശരിയല്ലേ കൂട്ടുകാരെ?